ഇതാ നമ്മളുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഒന്ന് പറയുകയാണ്, വി.ഡി. സതീശൻ കള്ളം പറയുകയാണ്. ഇനി മുതൽ DBT വഴിയെ ഫണ്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ കള്ളം പറയുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതായത് ഇതിൽ തോമസ് ഐസക് പറയുന്നത് വി.ഡി. സതീശൻ കള്ളം പറയുകയാണ്. വി.ഡി. സതീശൻ പറഞ്ഞത് എന്താണ്? വി.ഡി. സതീശൻ പറയുന്നത് DBT വഴിയെ ഇനി ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കേന്ദ്രം ഫണ്ട് തരൂ എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഇത് കള്ളമാണ്. അങ്ങനെ എന്തെങ്കിലും കേന്ദ്രം പറഞ്ഞതിൻ്റെ റിപ്പോർട്ടുകളുണ്ടെങ്കിൽ, ബില്ലുകളുണ്ടെങ്കിൽ അത് കാണിക്കൂ എന്നാണ് തോമസ് ഐസക് പറയുന്നത്. ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വി.ഡി. സതീശൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കള്ളമാണ് 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 എന്ന് പ്രചരിപ്പിക്കാൻ. അത് ഈ ഇലക്ഷന് മുമ്പേ ഉണ്ട്, നുണേശൻ എന്നൊക്കെ പേരൊക്കെ. അതെ അതെ അതെ. അപ്പോൾ ഇതേ തന്ത്രം തന്നെയാണ് ഇലക്ഷന് ശേഷവും ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. CPM സംബന്ധിച്ച് CPM ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിധത്തിലായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. വി.ഡി. സതീശൻ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വി.ഡി. സതീശൻ എന്ത് പറഞ്ഞാലും അത് നുണയാണ്, കള്ളമാണ് എന്ന് പ്രചരിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും ഇത് കള്ളമാണ്, ഇത് കള്ളമാണ്, കള്ളമാണ്, ഇതെല്ലാം പൊളിയുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നിയമസഭയിൽ പിണറായി വിജയനും എല്ലാവരും ചെന്നിരുന്ന് ഇരുന്നിരുന്ന് പറയുകയാണ്. അവസാനം വി.ഡി. സതീശൻ്റെ മറുപടി പ്രസംഗത്തിൽ എല്ലാവരും വായടച്ച് മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ല. PM-ശ്രീ തൊട്ട് വി.ഡി. സതീശനെ വിമർശിച്ച് ഓരോ വിഷയങ്ങളും എടുത്ത് വെച്ച് പരിശോധിക്കൂ. ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന വിഷയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അതായത് സിറ്റിസണിന് സർക്കാർ, ഗവൺമെൻറ് ത്രൂ ഡയറക്റ്റഡ് സിറ്റിസൺ, ഇതാണ് അതിൻ്റെ ഒരു രേഖ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് ആളുകളിലേക്ക് പണം എത്തുന്നു. ഇതിൻ്റെ ഇടയിൽ മിഡിൽ മാൻ ഒന്നുമില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ സർക്കാർ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു വിഹിതവും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതവും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. ഈ പണം നേരെ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കിലാണെങ്കിൽ ജില്ലാ സഹകരണ ബാങ്കിൽ എത്തിയിട്ട് അവിടെ നിന്നും അവിടുത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിൽ ഇടനിലക്കാർ ഒരുപാടാണ്. ഈ സഹകരണ ബാങ്കിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫായിരിക്കും വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഇതിൽ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം ഇത്തരത്തിലുള്ള സൊസൈറ്റികളും എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഭരിക്കുന്ന ആരാണ്? CPM തന്നെയാണ്. പല സൊസൈറ്റികളും ഭരിക്കുന്ന CPM ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് പണം എത്തിക്കുന്ന ആരാണ്? CPM-ൻ്റെ പ്രതിനിധികളാണ്. അവസാനം ഇവർ പറയും, ഞങ്ങളുടെ പാർട്ടിയല്ലേ നിങ്ങൾക്ക് പെൻഷൻ തരുന്നത്. CPM-ൻ്റെ ഏറ്റവും വലിയ ഇലക്ഷൻ്റെ പ്രചരണം എന്ന് പറയുന്നതും ഈ പെൻഷൻ തന്നെയായിരുന്നു. മറ്റാരുണ്ട് സഖാവ് പിണറായി വിജയൻ അല്ലാതെ പെൻഷൻ തരാൻ പിണറായി വിജയൻ സഖാവ് അല്ലാതെ വേറെ ആരും ഉണ്ടെന്നാണ് ഇവർ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് UDF കയറിക്കഴിഞ്ഞാൽ പെൻഷൻ എന്ന് പറയുന്ന സാധനമേ കാണില്ല. ഇപ്പോൾ ബാങ്കിൽ തരാമെന്നൊക്കെ പറയും, നാളെ ഇനി കാണാൻ പോലും കഴിയില്ല. ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇവർ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പെൻഷൻ കൊടുക്കുന്നില്ല എന്നാണ്. 18 മാസത്തെ പെൻഷൻ പെൻഡിങ് ആണ് എന്ന് പോലും പ്രചരിപ്പിച്ചു. പക്ഷേ ഇതൊന്നും നിയമസഭയിൽ നിലനിൽക്കുന്നില്ല. നിയമസഭാ രേഖകൾ മുൻനിർത്തിയാണ് നിയമസഭയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള നിയമസഭാ റെക്കോർഡുകൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊന്നു സ്വരാജ് എന്തോ ആണെന്ന് തോന്നുന്നു പിന്നീട് ചോദിക്കുന്നത്, നിങ്ങൾ 18 മാസം പെൻഷൻ കൊടുക്കാതെ ഇരുന്നില്ലേ? അപ്പോൾ അത് സ്പീക്കറുടെ ബെഞ്ചിലേക്ക് വരും. സ്പീക്കർ പിന്നീട് അതിൻ്റെ കണക്കുകൾ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിയമസഭയിൽ വരുമ്പോൾ 18 മാസമില്ല, 3 മാസത്തെ പെൻഷൻ മാത്രമാണ് പെൻഡിങ് ആയത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രൊപ്പഗണ്ടകൾ ആ കാലഘട്ടം തൊട്ട് പടച്ചു വിടുന്നതാണ്. പിന്നീട് വി.ഡി. സതീശൻ അധികാരത്തിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് വി.ഡി. സതീശൻ നുണ പറയുന്ന ആളാണ്, നുണേശനാണ്. ഇനി പെൻഷൻ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ 3000 രൂപ പെൻഷൻ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറും ഒരു നുണയാണ്. ആ പെൻഷൻ ഇനി കയ്യിൽ പോലും കിട്ടില്ല എന്നുള്ള ഒരു പ്രൊപ്പഗണ്ടൽ അഴിച്ചുവിടാൻ നോക്കുക. ഇപ്പോൾ തന്നെ തോമസ് ഐസക് പറഞ്ഞത്, ആദ്യം തന്നെ പറയുന്നത് വി.ഡി. സതീശൻ നുണ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് കെൽപ്പുണ്ടോ? ഈ സാധനം നിയമസഭയിൽ നിലനിൽക്കില്ല. ഈ സാധനം എഴുതി വച്ചേക്കുന്നത് ഓരോ രേഖകളിലുമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജ്യോതിർ ഘോഷ് സാറിൻ്റെ ഒരു സംസാര ഭാഷ്യം കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ വി.ഡി. സതീശൻ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റെ ലീഗൽ വശങ്ങൾ നോക്കി കൃത്യമായിട്ട് ഒരു അഴിമതി നടത്തിയാൽ പോലും
അതിൻ്റെ ലീഗൽ വശങ്ങൾ നോക്കി അദ്ദേഹത്തിനെ പൂട്ടാൻ കഴിയാത്ത രീതിയിലായിരിക്കും അദ്ദേഹം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അഴിവ് നടത്തുമെന്നല്ല, നടത്തിയാൽ പോലും. കാരണം അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് പോലും നിയമസഭയിൽ വായടച്ചിരിക്കേണ്ടി വരുന്നത്. കാരണം അതിൻ്റെ ലീഗൽ വശങ്ങൾ നോക്കി ഒരു വാക്കുകൊണ്ട് പോലും വി.ഡി. സതീശന് എതിരെ പറയാൻ കഴിയാത്ത രീതിയിലേക്ക് അതെല്ലാം ഒടിഞ്ഞു പോകും. എത്ര വലിയ വാളാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേളിൽ വരുന്നതെങ്കിലും ആ വാൾ ഒടിഞ്ഞു പോകും. ആ രീതിയിലാണ് അദ്ദേഹം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ DBT പോലും, ഈ DBTയിൽ എന്താണ് സംഭവിച്ചുള്ളത്? കേന്ദ്ര സർക്കാർ പറയുന്നു പണം നിങ്ങൾക്ക് സർക്കാരിന് തരണമെങ്കിൽ ഈ പണം കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ പോകണം, ജനങ്ങൾക്ക് തന്നെ എത്തിച്ചേരണം. ഇതിൻ്റെ ഇടയിൽ മിഡിൽ മാൻ ഒന്നും വരാൻ പാടില്ല. ഡയറക്റ്റായിട്ട് സർക്കാരിൻ്റെ പണം എത്താൻ കഴിയണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ഫണ്ട് തരൂ. ഇങ്ങനെ ഒരു അവകാശവാദം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ രേഖകൾ പോലും എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള രേഖകൾ എഴുതണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ചുമ്മാ അതൊന്നും എഴുതി വെക്കാൻ കഴിയില്ല സർക്കാർ രേഖകളിൽ. ഇപ്പോൾ നമുക്ക് വെളിയിൽ വന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം, ഏതൊരു മന്ത്രിക്കാണെങ്കിലും MLAക്കാണെങ്കിലും എന്താണെങ്കിലും വിളിച്ചു പറയാം. പക്ഷേ രേഖകൾ ഉണ്ടാവണം. അത് വാലിഡ് ആവണമെങ്കിൽ അതിൽ രേഖകൾ ഉണ്ടാവണം. PM ശ്രീയിൽ ഞങ്ങളില്ല, ഞങ്ങൾ പുറകേക്ക് പോയി ഇതെല്ലാം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് PM ശ്രീ നിർത്താൻ പറ്റാത്തത്? PM ശ്രീയിൽ ഒപ്പുവെച്ചത് പിണറായി വിജയനാണ്. ഒപ്പുവെച്ചത് പിണറായി വിജയനാണെങ്കിലും ഒരു സർക്കാരാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു കരാറാണത്. അപ്പോൾ കരാറിൽ നിന്ന് പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ സാധാരണക്കാർക്ക് പെൻഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് തോന്നുന്നു പെൻഷൻ ഒരുമാതിരി മേടിക്കുന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് പ്രധാനമായിട്ടും മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ബാങ്കിലാണ് പൈസ വരുന്നതെങ്കിൽ അവർക്ക് ഈ ബാങ്കുമായിട്ടുള്ള കണക്ഷൻ, ഇപ്പം മെസ്സേജ് നോക്കാനായാലും, ബാങ്ക് പൈസ വന്നതിൻ്റെ മെസ്സേജ് നോക്കാനായാലും, ATMൽ പോയി പണം എടുക്കാനായാലും, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ്. അത് മാത്രമല്ല, നമ്മൾ നേരിട്ട് കൊണ്ട് പൈസ കൊടുക്കുമ്പോൾ അവിടെ ഒരു പൈസ കൊടുക്കൽ മാത്രമല്ല, ഒരു കരുതൽ കൂടെ അല്ലേ. ഇപ്പോൾ നേരിട്ട് ചെന്നപ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും കൂടെ അറിയാൻ പറ്റുന്ന ഒരു രീതിയൊക്കെ നമുക്ക് അവിടെ വരും. ഇതെല്ലാം ശരിയാണ്, പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന വഞ്ചനകൾ വേറെയാണ്. എത്ര കേസുകളാണോ വന്നിട്ടുള്ളതെന്നറിയാമോ? അതായത് മരിച്ചു പോയ ആളുടെ പേരിൽ മരിച്ചുപോയി 6 മാസം കഴിഞ്ഞിട്ടും പണം പറ്റുക. ഒന്ന് ആലോചിച്ചു, എവിടെ നടക്കും ഇത്? കേരളത്തിലാണ് സംഭവിക്കുന്നത്. കരുതൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിലെ സഖാക്കന്മാരാണ് പലതും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ പെരുന്നാൾ പെൻഷൻ കൊടുത്തില്ല എന്ന് പറയുന്ന വലിയ വിഷയമുണ്ടായി. അതിൽ പിന്നീട് വന്ന കണക്കുകൾ എന്താണ്? അതിന് മുന്നേ തന്നെ പണം കൈമാറാൻ വേണ്ടിയിട്ട് സർക്കാർ ഒപ്പുവെച്ചു. ഇത് പിന്നീട് സൊസൈറ്റികളിലേക്ക് വന്നു. പക്ഷെ അത് അവർ കൊടുക്കാൻ തയ്യാറായില്ല. അത് കുറച്ച് ടൈം ലാഗ് ചെയ്യിപ്പിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ പലയിടങ്ങളിലും കൊടുക്കുകയും ചെയ്തു. ചിലയിടങ്ങളിൽ മാത്രമാണ് കൊടുക്കാത്തതുള്ളത്. ചിലയിടങ്ങളിൽ അതേപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചിലയിടങ്ങളിൽ പോലും റോഡിൽ വെച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഇടനിലക്കാർ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. സൊസൈറ്റികളിൽ തന്നെ എത്ര അഴിമതികളാണ് നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ അഴിമതികൾ ഈ സൊസൈറ്റികളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് സൊസൈറ്റിയെ നശിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല സഖാക്കന്മാരും വരുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആരാണ്? കരുവന്നൂർ തൊട്ട് എത്ര ബാങ്കുകളാണ്, എത്ര മനുഷ്യരുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത്? ഒന്നാലോചിച്ച് നോക്കൂ. ഇതെല്ലാം ഇവിടുത്തെ CPM അനുകൂല ബാങ്കുകളാണ് ഇത്രയും വലിയ കവർച്ച നടക്കുന്നത്. CPM മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബാങ്കുകളിൽ ഇത്തരത്തിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകളുണ്ടായിരുന്നു. BJP ഭരിക്കുന്ന ബാങ്കുകളിൽ എത്ര വാർത്തകളാണ് വരുന്നത്? അപ്പോൾ ഇടനിലക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഈ ബാങ്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനകത്ത് നിക്ഷേപിച്ചിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിൽ വരുമ്പോൾ അത് ഒരു കരുതൽ തന്നെയാണ്. നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കണം. ഇപ്പോൾ എനിക്കറിയാം പല മനുഷ്യരും, അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ബാങ്കിൽ പോയി ഇപ്പോൾ മസ്റ്ററിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പരിപാടികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. വർഷത്തിലൊരിക്കൽ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വരും ഇത്. ചില സമയത്ത് കൈ പതിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യരുണ്ട്, അവർക്ക് എണ്ണീറ്റ് പുറത്തേക്ക് പോകാൻ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മുമ്മയുണ്ട്. അമ്മുമ്മയ്ക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. കൂടുതൽ ഇവിടുന്ന് തൊട്ട് കുറച്ചപ്പുറത്തേക്ക് വരെയൊക്കെ പോകാൻ കഴിയും. പിന്നെ ഭയമാണ്. വെളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ തന്നെ ഭയമാണ്, പേടിയാണ്. അപ്പോൾ പോകാൻ കഴിയില്ല. കിടപ്പാണ് പലപ്പോഴും. കുറച്ച് നേരമൊക്കെ എണ്ണീറ്റിരുന്നാലായി പിന്നീട് കിടപ്പാണ്. അപ്പോൾ ഇവരെ എങ്ങനെ കൊണ്ടുപോയി ഇത് ചെയ്യും? അക്ഷയ കേന്ദ്രങ്ങളിലേക്കാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിലതൊക്കെ വീട്ടിലേക്ക് വരും, പക്ഷേ എല്ലാവരുടെയും വീട്ടിലേക്ക് വരില്ല. ഈ 80 വയസ്സ് കഴിഞ്ഞ, അങ്ങനെ വയസ്സിൻ്റെ ചില ടാഗ് ലൈനുകളുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്കായിരിക്കാം വരുന്നത്. ബാക്കിയുള്ള ഇവരെ പോലുള്ള മനുഷ്യരെന്ത് ചെയ്യും?
ഇപ്പോൾ 10-76 വയസ്സേ ഉള്ളൂ, 10-76-78 വയസ്സേ ഉള്ളൂ, 80 വയസ്സായിട്ടില്ല. പക്ഷേ എണ്ണീറ്റ് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് നടക്കും, പക്ഷേ കിടപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ നാട്ടിൽ തന്നെ പല ആളുകളുമുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ബാങ്കിൽ ചെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ ബാങ്കിൽ ചെന്ന് ബാങ്കിൻ്റെ അവിടെ നിൽക്കും. അപ്പോൾ അവരോട് ആരോടെങ്കിലും ചോദിക്കും. പല അമ്മമാരും വന്നിട്ട് ഈ ബാങ്കിൽ മറ്റുള്ളവർ ആരോടെങ്കിലുമൊക്കെ മോനെ ഒന്ന് എഴുതി തരുമോ, കെഞ്ചേണ്ട അവസ്ഥയാണ് ഈ പെൻഷനൊക്കെ എടുക്കാൻ. അപ്പോൾ എല്ലാ പെൻഷനും കയ്യിൽ കൊണ്ട് കൊടുക്കുകയല്ല. ക്ഷേമനിധി പോലുള്ള പല പെൻഷനുകളും ഇന്നും ബാങ്കിൽ തന്നെയാണ് വരുന്നത്. അല്ലാത്ത സർക്കാരിൻ്റെ വാർദ്ധക്യ പെൻഷൻ പോലുള്ളതൊക്കെയാണ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. ക്ഷേമനിധി പോലുള്ള പല പെൻഷനുകളും ബാങ്കിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ബാങ്കിൽ പോയി നിന്ന് ക്യൂ നിന്ന് ഇതെടുക്കാൻ വേണ്ടി നിൽക്കുന്ന അമ്മമാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോനെ പൈസ വന്നു എന്ന് ബാങ്കിൽ ഇറങ്ങി വന്ന് ചോദിക്കേണ്ട അവസ്ഥ. അപ്പോൾ പോകാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യും? നമുക്ക് ഈ വാർത്തകളൊക്കെ വരുമ്പോൾ അല്ല, ആരോടെങ്കിലും എപ്പോഴും സഹായത്തിന് ഒരാൾ വേണമെന്നേ. ബാങ്കിൽ പൈസ ഇടുകയാണെങ്കിൽ എപ്പോഴും സഹായത്തിന് ഒരാൾ വേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ചില മക്കൾ പെൻഷൻ വന്നു കഴിഞ്ഞാൽ അവരെടുക്കും, കയ്യിലാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ കയ്യിലെടുത്ത് വെച്ചിട്ട് പെത്തയുടെ അടിയിലോ തലയാണ കീഴിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ മക്കൾക്ക് കൊടുക്കാത്ത, മക്കളുമായിട്ട് ബന്ധമില്ലാത്ത അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അവരെ ഭയത്തോട് നോക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഇനിയും പൈസ കൊണ്ടുപോകുമോ, തലയാണ കീഴിലാണെങ്കിലും പേടിച്ച് വെക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാരുണ്ട്. ചിലർക്ക് മക്കളെ വിശ്വാസമാണ്, ആ വിശ്വാസത്തെ മുതലെടുക്കുന്ന മക്കളുമുണ്ട്. ബാങ്കിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസം ഇത്രേ വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ചില അമ്മമാർക്ക് നല്ല ചിന്തയായിരിക്കാം, കൃത്യമായിട്ട് എണ്ണം അറിയാം അവർക്ക്. ഈ മാസം ഇത്ര വന്നിട്ടുണ്ട്, കഴിഞ്ഞ മാസം ഇത്ര ഉണ്ട്, അക്കൗണ്ടിൽ ഇത്ര കൃത്യമായിട്ട് വേണമെന്നറിയുന്ന അമ്മമാരുണ്ട്. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മ കാണില്ല, ആ പണം എഴുതിയെടുക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നത് ഒരു വിഷയമാണ്. ഇതും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഈ റൂട്ടിൽ തന്നെ ഇപ്പൊ എത്ര ATM ഉണ്ട്. ഇപ്പൊ ആലുവ പോലൊരു നഗരത്തിൽ കുറെ ATM ഉണ്ടാവും. ഇപ്പൊ മലയോര മേഖലയിലൊക്കെ പോയാൽ അവിടെ ATM കൗണ്ടർ അതൊക്കെ കുറവാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് ഈ പൈസ എടുക്കാൻ പറ്റുന്നത്? ബാങ്കിൽ തന്നെ പോകേണ്ടി വരും. അപ്പൊ എല്ലാവരും ബാങ്കിൽ ചെന്നാലും ശരിയാവില്ല. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രായമായവർക്ക് വീട്ടിലെത്തിക്കുക എന്നുള്ളത് അല്ല, ഇത് സർക്കാർ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ പണവും ബാങ്കിലേക്ക് എത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് എത്ര വലിയ ഇപ്പോൾ സൊസൈറ്റികളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും, കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും, മരിച്ചുപോയ ആളുകളുടെ പേരിൽ പണം എഴുതിയെടുക്കുന്ന ആളുകളെ പറഞ്ഞു കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഈ പെൻഷൻ കൊടുക്കാൻ പോകുമ്പോൾ മറ്റുള്ള ആളുകളുണ്ട്. അതായത് 500 രൂപ പെൻഷൻ കൊടുക്കാൻ പോകുമ്പോൾ അമ്മമാർ 50 രൂപ വെച്ച് കൊടുക്കണം. ചിലപ്പോൾ എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത്, 20, 10, 20 ഒക്കെ ആയിട്ട് എടുത്തിട്ട് പണം കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പെൻഷൻ്റെ പേരിൽ പറ്റിയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുതരുന്ന പെൻഷനല്ലേ, ഞാൻ ഇവിടെ വരെ കൊണ്ടുതരുന്നതിന് വെള്ളം കുടിക്കാൻ മോനെ എന്താന്ന് പറഞ്ഞ് സ്നേഹത്തോട് കൊടുക്കുന്ന അമ്മമാരുണ്ട്. ചിലർ ഇത് പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇടനിലക്കാർ വരുമ്പോഴുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഇത് സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സാധാരണപ്പെട്ട മനുഷ്യൻ്റെ വിഷമങ്ങൾ കൂടെ സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇനി എത്ര വലിയ ബാങ്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നുമില്ലാത്ത മലയോര മേഖലയിലുള്ള, ഗ്രാമീണ മേഖലയിലുള്ള അമ്മമാരെയും അച്ഛന്മാരെയും ഇപ്പോൾ ഇതിൻ്റെ തന്നെ ബുദ്ധിമുട്ടാണ് ഈ മസ്റ്ററിങ് പോലുള്ള സംവിധാനങ്ങൾ. ഇത് കൃത്യമായിട്ട് പ്രായമായ ആളുകൾ ആർക്കൊക്കെയാണ് വീട്ടിൽ ചെന്ന് ചെയ്യാൻ കഴിയുന്നത് ഇത് കണ്ടെത്തണം. ഇവർ കുറച്ച് ടാഗ് ലൈനുകൾ മാത്രം വെച്ചിട്ടുണ്ട്, അതിൽ പെടാത്ത ആളുകളുണ്ട്, അവരെ അഡ്രസ്സ് ചെയ്യാറില്ല. പെൻഷൻ വാങ്ങിക്കാൻ കഴിയാതെ പോകുന്ന എത്ര ആളുകളുണ്ട്, ഇത്തരത്തിൽ മസ്റ്ററിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയാതെ പെൻഷൻ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. അവരുടെ മാനസിക നില കൂടി കണ്ടെത്തി വളരെ സുഗമമായിട്ടുള്ള രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഏറ്റെടുത്ത് പെൻഷൻ കൊടുക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്തണം. ഇപ്പോൾ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബാങ്കിൽ പോകാൻ കഴിയാത്തപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ കാണും, അവർക്ക് വെളിയിലേക്ക് പോകാൻ കഴിയില്ല. പിന്നീട് വന്നു കഴിഞ്ഞാലും വണ്ടിക്കൂലി വേണം. ഇവർക്ക് ബാങ്കിലേക്ക് പോകണമെങ്കിൽ ചിലപ്പം ബാങ്ക് ദൂരെയായിരിക്കാം, ആ ബാങ്കിലേക്ക് പോകുന്ന വണ്ടിക്കൂലികൾ ഇതെല്ലാം ചിലവാക്കി വേണം അവർ അവിടെ പോയി ഇതെടുക്കാൻ. അവർ വെളിയിലോട്ടൊന്നും പോകുന്ന ആളുകളായിരിക്കില്ല. അപ്പോൾ അങ്ങനെ പൈസ നഷ്ടമുണ്ടാകും. ഇപ്പോൾ വണ്ടി വിളിച്ച് പോകണമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് പോകുമ്പോഴത്തേക്കും 10-250 രൂപയാവും. 500 രൂപയായിരിക്കും പെൻഷൻ വരുന്നത്. 500 രൂപയിൽ 250 രൂപ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 600 രൂപ, അല്ലെങ്കിൽ 1000 രൂപ. ഇപ്പോൾ 2000 രൂപ ആണെങ്കിൽ തന്നെ ആ 2000 രൂപ കിട്ടുന്നതിൽ 250 രൂപ വണ്ടിക്കൂലിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള സാധാരണപ്പെട്ട മനുഷ്യരെ കൂടെ ഈ സർക്കാർ അഡ്രസ്സ് ചെയ്ത് പോയില്ലെങ്കിൽ സർക്കാരിന് ഇത് തിരിച്ചടിയാകും.